പിന്നെ നമ്മളുടെ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് നമ്മളുടെ മൈൻഡും ഫിസിക്കലും എല്ലാം ഒരു ടോട്ടൽ ഹ്യൂമൻ ബോഡീനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഫിറ്റ്നസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ, ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ നമ്മുടെ ബോഡിയിൽ റിലീസ് ആവുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും. അതിൽ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ആവും. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുകയാണ്, വി ആർ ഡൂയിങ് ഇറ്റ്. സോ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻഡോഫൈൻ റിലീസ് ആവും. എൻഡോഫൈൻ എന്ന് പറയുന്നത് ഒരു പ്ലഷർ ഹോർമോണാണ്. അതിന് എറൗണ്ട് ഒരു 5 to 6 hours ഡ്യൂറേഷൻ ഉണ്ട്. ഇന്ന് ലോകത്തുള്ള ഒരു ഡ്രഗ്സിനും ആ ഒരു പ്ലഷർ തരാൻ കഴിയില്ല. പിന്നെ നമ്മൾ ആ ഒരു ആക്ടിവിറ്റീനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതല്ല എന്തെങ്കിലും സ്പോർട്ട് ആയിക്കോട്ടെ, ആ ചെയ്യുന്ന ആക്ടിവിറ്റിയിട്ട് ഒരു 2 to 3 weeks കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സെറോട്ടോണിൻ എന്നുള്ള ഒരു ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. അതെന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോണാണ്. ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് അത് നമ്മളൊരു ആൻറ്റി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിക്കും. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതൊരു 3 to 4 months കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്തു. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ലവ്, നമ്മളിൽ ഒരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹോർമോണാണ്. അത് നമ്മളെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ആ ഒരു ചെയ്യുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും.